കലിപ്പൻ മാഷിന്റെ ആമ്പൽപ്പൂവ്. രചന അവതരണം നന്ദു അച്ചുകൃഷ്ണ. സർ, പലതരത്തിലുള്ള 5 വിളികൾ ഒരേ ഈണത്തിൽ കേട്ടതും ഏതൻ തല ഉയർത്തി മുന്നിൽ നിൽക്കുന്നവരെ നോക്കി. സാറയും രശ്മിയും മറ്റു 3 പേരും. യെസ്, സാറ് വിളിപ്പിച്ചു എന്ന് പറഞ്ഞു. തലേന്ന് തന്നെക്കാളും 1 മാർക്ക് ആമ്പലിന് കൂടുതൽ കൊടുത്തത് സാറാണ് എന്ന പോലെയുള്ള പിണങ്ങി നിൽപ്പായിരുന്നു സാറയ്ക്ക്. ഹാ, അത് നിങ്ങൾ 6 പേരോടും കൂടി ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. 6 പേരോ? ഞങ്ങള് 5 പേരേ ഉള്ളല്ലോ സർ. സാധാരണ ഏതന്റെ ഏത് ചോദ്യത്തിനും ചാടിക്കയറി മറുപടി പറഞ്ഞുകൊണ്ടിരുന്നവൾ അന്ന് നിശബ്ദയും, അവൾക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്ന രശ്മി അത് ഏറ്റെടുക്കുകയും ചെയ്ത ദിവസമായിരുന്നു അന്ന്. 5 പേർക്കൊപ്പം ഒരാളും കൂടി വന്നാൽ 6 ആകില്ലേ രശ്മി? ഏതൻ അതും പറഞ്ഞ് കയ്യിലെ വാച്ചിലേക്ക് നോക്കി, ഒപ്പം വാതിലിലേക്കും. അപ്പൊ കണ്ടു പയ്യെ പമ്മി ഭൂമിയെപ്പോലെ നോവിക്കാതെ അകത്തേക്ക് കയറി വരുന്നവളെ. ഇവളെന്ന് നടന്ന് ഇവിടെ എത്തുമോ എന്റെ മഹാദേവ? ഏതനൊന്ന് നിശ്വസിച്ചു. പിന്നീട് ഒരു തവണ കൂടി അവളെ നോക്കാതെ വിലങ്ങനെ തലയാട്ടി ഏതൻ മുന്നിലിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കി. 6ാമത്തെ ആളായി തങ്ങൾക്കടുക്കിലേക്ക് വരുന്നവളെ കണ്ടതും 5 പേരും അവളെയും സാറിനെ മാറി മാറി നോക്കി. ഓക്കെ, എല്ലാവരും എത്തിയല്ലോ. ഒരു കാര്യം ചെയ്, നമുക്ക് ലാബിലേക്ക് പോകാം. ആരുടെയും മുഖത്തു പോലും നോക്കാതെ അവൻ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റതും അവർക്കൊക്കെ പിന്നാലെ പോകാതെ തരമില്ലെന്നായി. എന്താ പ്രശ്നം? അല്ല, സാർ എന്തിനാ നമ്മളെ വിളിപ്പിച്ചത്? ഇന്നലെ നമ്മൾ ആമ്പലിനെ കരയിപ്പിച്ചതെങ്ങാനും അയാൾ അറിഞ്ഞു കാണുമോ? 1000 ചോദ്യങ്ങൾ മനസ്സിലിട്ട് അവരെല്ലാരും കൂടി ലാബിൽ ചെന്ന് കയറി. 6 പേരും 6 സീറ്റിലേക്കിരുന്നു. സർ, ഗോ ആൻഡ് സിറ്റ് രശ്മി. ഏതെന്റെ ശബ്ദം മാറിയതും ബാക്കി എന്തൊക്കെയോ ചോദിക്കാൻ വന്നവർ പെട്ടെന്ന് അവനവന്റെ സീറ്റിലേക്ക് പോയിരുന്നു. നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് ഫിസിക്സിന്റെ നോട്ട്ബുക്ക് അല്ലേ? യെസ് സർ. കോറസും ഒപ്പം പമ്മി ഒരു മൂളലും. ഗുഡ്. പറയുന്നതിനൊപ്പം തന്നെ അവൻ ഓരോരുത്തരുടെയും കയ്യിലേക്ക് ഓരോ വൈറ്റ് ഷീറ്റ് കൊടുത്തു. സർ, ഇത് പറയാം സാറാ. അതിനു മുന്നേ കുറച്ചു പേരും കൂടി വരാനുണ്ട്. അവൾക്ക് മറുപടി കൊടുക്കുന്ന നേരത്ത് തന്നെ അവരുടെ ക്ലാസ്സിലെ ബാക്കി കുട്ടികളും അവിടേക്ക് വന്നു. നിങ്ങളൊക്കെ ബാക്കിൽ പോയിരുന്നോളൂ. അവരെല്ലാം എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവാതെ പരസ്പരം നോക്കിയും പിറുപിറുത്തും ശബ്ദമുണ്ടാക്കിയും പിന്നിലെ ബെഞ്ചിലും ഡെസ്കിലുമൊക്കെയായി പോയിരുന്നു. അപ്പോൾ എല്ലാവരും വന്ന സ്ഥിതിക്ക് നമുക്ക് തുടങ്ങാം, എന്താ? എല്ലാരും കൂടി ചോദിച്ചതും അവർ ഒന്നും മിണ്ടാതെ വെറുതെ തലയാട്ടി. സർ, സാർ ഇതുവരെ കാര്യം എന്താണെന്ന് പറഞ്ഞില്ല. പറയാം മാളവിക, അതിനല്ലേ തുടങ്ങുന്നത്. വല്ലാതെ അസ്വസ്ഥയായവളുടെ ചോദ്യത്തിന് ചിരിച്ചുകൊണ്ടാണ് ഏതൻ മറുപടി പറഞ്ഞത്. ഇപ്പൊ നിങ്ങളൊക്കെ കരുതുന്നുണ്ടാവും എന്തിനാവും ഞാൻ നിങ്ങളെ എല്ലാവരെയും ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയെന്ന്. അതും 2ആയി അല്ലേ? യെസ് സർ. അത് മറ്റൊന്നിനും വേണ്ടിയല്ല. ഈ ഇരിക്കുന്ന 6 പേർക്കും ഇപ്പൊ കഴിഞ്ഞ എക്സാം ഒരിക്കൽ കൂടി നടത്താൻ വേണ്ടിയാണ്. കഴിഞ്ഞ എക്സാം വീണ്ടും നടത്താനോ? ഒന്നും നടത്തി മാർക്കിട്ടതല്ലേ സർ, പിന്നെന്തിനാ വീണ്ടും? മാളവിക ചാടി എഴുന്നേറ്റു. അതെ സർ, ഇനി എന്തിനാ വീണ്ടും? അതും ഞങ്ങൾക്ക് മാത്രമായി. ഒപ്പമുണ്ടായിരുന്ന 3 പേരും കൂടി അവൾക്കൊപ്പം ചേർന്നു. നിങ്ങൾക്ക് 5 പേർക്കും ഇപ്രാവശ്യം തന്ന ഫിസിക്സ് പരീക്ഷ ബയസ്ഡ് ആണ് എന്നൊരു അഭിപ്രായമുണ്ടെന്നറിഞ്ഞു. അവൻ പറഞ്ഞതും 5 പേരുടെയും നോട്ടം എതിർവശത്ത് ഒറ്റയ്ക്കിരിക്കുന്നവളിലായി. എന്താ സർ? ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. പിന്നിലിരിക്കുന്ന പിള്ളേര് പറഞ്ഞതും സർ അവർക്ക് നേരെ തിരിഞ്ഞു. ഓക്കെ, മനസ്സിലാവുന്ന പോലെ പറയാം. ഈ ഇരിക്കുന്ന 5 പേർക്കും ആമ്പൽ ഫസ്റ്റ് എത്തിയത് കോപ്പി അടിച്ചു എന്നാണ് അഭിപ്രായം. അതിന്റെ ഒപ്പം അല്പം ചെറുതായി എന്റെ പേരുമുണ്ടതിൽ. ഞാൻ ബയസ്ഡായി ആമ്പലിന് മാർക്ക് വേറെ കൊടുത്തു പോലും. അപ്പൊ പിന്നെ അതിന്റെ നെല്ലും പതിരും തിരിക്കേണ്ട ജോലി ഉത്തരവാദിത്വം എനിക്കല്ലേ? കുട്ടികളോട് ചോദിച്ചുകൊണ്ട് അവന്റെ നോട്ടം 5 പേരിൽ മാത്രമായി. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇവൾ അങ്ങേരുടെ ആളാണെന്ന്. അപ്പൊ നിങ്ങൾക്കൊക്കെ ആയിരുന്നില്ലേ സംശയം? ഏതൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഒന്നിച്ചുകൂടിയ 4 പേരോടും സാറ അഹങ്കാരത്തോടെ പറഞ്ഞു നിർത്തി. ഇന്നലെ സാറയ്ക്കൊപ്പം നിന്ന് ആമ്പലിനോട് ഇങ്ങനെയൊക്കെ ചോദിച്ചെങ്കിലും മനസ്സിൽ സംശയം മാത്രമായിരുന്നത് ഇന്നത്തെ അവന്റെ പറച്ചിലിൽ അവരുറപ്പിച്ചു. ആമ്പൽ സാറിന്റെ സ്വന്തം ആളാണ്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊരു കൂട്ടിച്ചോദ്യം. അത്രയും നേരം ദേഷ്യത്തോടെ ആമ്പലിനെ നോക്കിയിരുന്ന സാറയ്ക്കൊപ്പം ബാക്കി 4 പേരും കൂടി നോക്കി ആ നോട്ടം രൂക്ഷമായി. സാർ, അപ്പോ ഇതൊക്കെ? അതിന്റെ കാരണം ഞാനല്ല, നിങ്ങളുടെ ഈ ആഴ്ചത്തെ ക്ലാസ് ഇൻചാർജ് ആയ പ്രവീൺ പറയും. പ്രവീൺ? സാറ് പറഞ്ഞോ സാറേ. പ്രവീൺ എഴുന്നേറ്റിരുന്ന് പറഞ്ഞതും ഏതൻ അവർക്ക് 6 പേർക്കും നേരെ തിരിഞ്ഞു. വേണ്ട പ്രവീൺ, കാര്യം നീ തന്നെ പറഞ്ഞാൽ മതി. ഏതൻ പിന്നെയും അവനോട് പറഞ്ഞതും എല്ലാവരോടും പറയുന്നതിനായി ഏതൻ അവിടെ നിന്നും എഴുന്നേറ്റ് വന്ന് പ്രവീൺ അവന്റെ അരികിലേക്ക് നിന്നു. സാർ ഇപ്പോൾ പറഞ്ഞ കാര്യം നിങ്ങളൊക്കെ കേട്ടല്ലോ. മാർക്കിന്റെ കാര്യവും ബയസ്ഡായ കാര്യവും സാറുമാർക്ക് കൂട്ടിക്കൊടുത്തു എന്ന് പറഞ്ഞ കാര്യമൊക്കെ.
അവര് കൂട്ടത്തോടെ മൂളി. ഒപ്പം അവനെന്താ ഇനി പറയാൻ പോകുന്നത് എന്ന് കേൾക്കാനുള്ള ആകാംക്ഷയും അവരിൽ വല്ലാതെ കൂടിയ ആ നിമിഷം. ഇന്നലെ മാർക്കൊക്കെ കിട്ടിയിട്ട് ഉച്ചക്കത്തെ ഇന്റർവെൽ സമയത്ത് ഈ 5 പേരും കൂടി ആമ്പലിനെ പിടിച്ചു നിർത്തിയിട്ടുണ്ടായിരുന്നു നമ്മളുടെ മുകളിലേക്ക് പോകുന്ന സ്റ്റെയറിന്റെ അടുത്തായിട്ട്. അലിഗേഷൻസ് നിങ്ങൾ കേട്ടത് തന്നെ. ആമ്പൽ കോപ്പിയടിച്ചു, ഒപ്പം നമ്മുടെ ട്യൂട്ടറായ ഏദൻ സർ അവർക്ക് മാർക്ക് കൂട്ടിയിട്ട് കൊടുത്തു എന്നൊക്കെ. പ്രവീണ് പറയുന്ന കേട്ടതും പിള്ളാരുടെ എല്ലാവരുടെയും മുഖത്തും അമ്പരപ്പും അവിശ്വാസവും സംശയവും ആകെ കൂടി ബഹളമായി. സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ കേട്ടപ്പോൾ തന്നെ ആമ്പൽ വന്ന് നേരിട്ട് സാറിനോട് പറയുകയായിരുന്നു വേണ്ടത്. പക്ഷേ ആമ്പലാണല്ലോ. പ്രവീൺ ദേഷ്യത്തോടെ ആമ്പലിനെ നോക്കി. അത് കേട്ടതും 5 പേർ സംഘത്തിന് വല്ലാത്തൊരു സംശയമായി. കാരണം അതുവരെ ആമ്പൽ പറഞ്ഞു എന്നായിരുന്നല്ലോ അവർ കരുതി വെച്ചിരുന്നത്. അപ്പോ ആമ്പലല്ലേ പോയി പറഞ്ഞത്? പിന്നിൽ നിന്ന് ഒരുവന്റെ സംശയമായിരുന്നു അത്. ഉവ്വ, അവളെ കംപ്ലൈന്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ നടക്കും. അതിനുള്ളത് അവക്ക് ഞാൻ വേറെ കൊടുക്കുന്നുണ്ട്. പ്രവീൺ പിന്നെയും അവളെ നോക്കി പല്ല് ഞെരിച്ചു. ഇതിപ്പോ ഈ കാര്യം പറഞ്ഞ് സാറിന് ഇന്ന് രാവിലെ കംപ്ലൈന്റ് കൊടുത്തത് S2-ലെ മഹാദേവനും അലീനയുമാണ്. പ്രവീൺ പറഞ്ഞതും എല്ലാവരും ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. ഇന്നലെ ഇവരുടെ ലൈവ് പെർഫോമൻസ് കണ്ടത് അവർ രണ്ടുപേരുമായിരുന്നു. അപ്പൊ തന്നെ അവര് വന്ന് കംപ്ലൈന്റ് കൊടുത്തനെ. പക്ഷെ പാവങ്ങൾക്ക് കെമിസ്ട്രി ലാബിൽ കയറണമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഇന്നലെ വൈകുന്നേരം അവരിറങ്ങുമ്പോഴേക്കും സ്കൂള് വിട്ടിരുന്നു. അതുകൊണ്ട് ഇന്ന് രാവിലെ അവർ ആദ്യം വന്ന് തിരക്കിയത് സാറിനെയാണ്. സാറിനെ കാണാഞ്ഞിട്ട് എന്നോട് വന്ന് സാറിനെ തിരക്കി. ഒപ്പം കാര്യവും പറഞ്ഞു. എന്തായാലും ഇത്രയും വലിയൊരു ആരോപണമൊക്കെ നടത്തിയതല്ലേ, അത് കേട്ടവർ തന്നെ വന്ന് കംപ്ലൈന്റ് പറയണം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവരും ഞാനും കൂടി ചേർന്നാണ് സാറിന് ഇന്ന് രാവിലെ ഇത്രയും കാര്യമായി കംപ്ലൈന്റ് കൊടുത്തത്. ഇപ്പൊ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. അത് കേട്ടതും പിള്ളേര് മുഴുവനും നോക്കിയത് ഒക്കെയും കേട്ട് ടെൻഷനായി നിൽക്കുന്ന ആ 5 പേരെയാണ്. അതുകൊണ്ട് ഇവരുടെ ആ സംശയം തീർക്കാൻ വേണ്ടി സാറാണ് പറഞ്ഞത് രണ്ടാമതൊരു എക്സാം കൂടി നടത്താമെന്ന്. കേട്ടപ്പോ അതാണ് ശരിയെന്ന് എനിക്കും തോന്നി. പിന്നെ കല്ലും നെല്ലും തിരിക്കുമ്പോൾ നിങ്ങളും ഒപ്പം വേണമല്ലോ. അല്ലെങ്കിൽ ഒരുപക്ഷെ നാളെ ഇവര് പറയത്തില്ലേ 6 പേരെയും കൂടി പിടിച്ചിരുത്തി സാറ് വീണ്ടും ആമ്പലിനോട് പക്ഷാഭേദം കാണിച്ചു എന്നൊക്കെ. അപ്പൊ അതല്ലേ അതിന്റെ ഒരു ശരി. ഇനി ബാക്കിയുള്ള കാര്യം സാറ് പറയും. പ്രവീണിനെ കേട്ട എല്ലാവരും അതിന് മറുപടി കൊടുത്തു. അതെ, അതാണ് ശരി. കുട്ടികളിൽ ആരൊക്കെയോ പറയുമ്പോഴും ആസിയും നൗഫിയും രമുവും ഒരക്ഷരം മിണ്ടിയില്ല. മറ്റുള്ള എല്ലാവരും അത് ശ്രദ്ധിക്കുകയും ചെയ്തു. സാധാരണ ആമ്പലിന് ഒരു പ്രശ്നം വരുമ്പോൾ മൂന്നും കൂടി തർക്കേണ്ടതാണല്ലോ. ഇതിപ്പോ എന്ത് പറ്റിയതാവും? എന്തെങ്കിലും കാഞ്ഞ പണി വേറെ ആലോചിച്ച് വെച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ മൂന്നെണ്ണവും ഇങ്ങനൊന്നും മിണ്ടാതിരിക്കില്ല. അപ്പൊ തന്നെ പിള്ളേര് ഉത്തരവും കണ്ടുപിടിച്ചു. ഇന്നലെ സാറയുടെ പ്രീതി പറ്റാൻ വേണ്ടി ആമ്പനെ വിളിച്ചു നിർത്തി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഒരിക്കലും ഇങ്ങനെയൊരു തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്നത് ആമ്പലായതുകൊണ്ട് പരാതിക്കൊന്നും പോകില്ല എന്ന് കരുതി. അതാണിപ്പോ അടപടലം നാശമായിരിക്കുന്നത്. രശ്മി സഹിതം ബാക്കി 4 പേർക്കും സാറെ കൊല്ലാനുള്ള ദേഷ്യമായിരുന്നു ആ സമയം മനസ്സിൽ. അപ്പോൾ പിന്നെ ഇനി നിങ്ങളെയൊക്കെ വിളിച്ചു വരുത്തിയ കാര്യത്തിലേക്ക് കടക്കാം. ഏതൻ സംസാരിച്ചു തുടങ്ങി. നിങ്ങൾ 6 പേരും കഴിഞ്ഞ എക്സാം നടന്നതുവരെയുള്ള ചാപ്റ്റേഴ്സിൽ നിന്ന് 15 ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കണം. മോഡൽ ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ പ്രിപ്പയർ ചെയ്യ്. സർ, സോറി സർ, ഞങ്ങൾ ചുമ്മാ. മാളവിക കരച്ചിലിന്റെ വക്ക് വരെ എത്തിയിരുന്നു. ഞാനും ചുമ്മാ തന്നെയാണ് മാളവിക. തൽക്കാലം പറഞ്ഞ കാര്യം ചെയ്യാൻ നോക്ക്. സർ, സോറി സർ, ഈ ഒരു തവണത്തേക്ക് ഇനി ഒരു വട്ടം കൂടി എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് രശ്മി. കയ്യിലിരിക്കുന്ന നോട്ട്ബുക്കിൽ നോക്കിയിട്ട് 15 ചോദ്യങ്ങൾ. ആകെ 10 മിനിറ്റേ ഉള്ളൂ അതിനുവേണ്ടി. ആൻഡ് യു പീപ്പിൾ സ്റ്റാർട്ട് ദ ടൈം നൗ. ഏതെന്റെ ശബ്ദവും മുഖവും മാറിയതും ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി 6 പേരും കൂടി എഴുതാൻ തുടങ്ങി. ഇതിൽ 4 പേരുടെയും മുഖത്ത് ദേഷ്യവും സങ്കടവുമായിരുന്നെങ്കിൽ 5ാമത്തെ സാറയുടെ മുഖത്ത് ഒരുതരം അഹങ്കാരം തന്നെയായിരുന്നു. കാരണം ഇങ്ങനെ ഒരു എക്സാം നടത്തിയാൽ എന്തായാലും ആമ്പല് പിന്നിലാകും എന്നവൾ ആ നിമിഷം ഉറച്ചു വിശ്വസിച്ചിരുന്നു. ആമ്പലാണെങ്കിലോ പതിയെ പോലെ പേടിയും വെപ്രാളം കൊണ്ട് ഇടയ്ക്കിടെ കൂട്ടുകാരെയും ഏതനെയും മാറി മാറി നോക്കി. പേടിച്ച് പതുങ്ങിയിരുന്നിട്ട് ക്വസ്റ്റ്യൻസ് സമയത്ത് എഴുതി തന്നില്ലെങ്കിൽ ആമലോ നിനക്ക്. മറ്റാരും കേൾക്കാതെ ഏതൻ അവളെ പോയി വിരട്ടിയതും പെണ്ണ് വേഗത്തിൽ എഴുതാൻ തുടങ്ങി. ക്വസ്റ്റ്യൻ എഴുതി തീർന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും ആ പേപ്പറുകൾ മാറി. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്വസ്റ്റ്യൻ കിട്ടിയല്ലോ, എഴുതി തുടങ്ങിക്കോളൂ. സർ, ഒരു സെക്കൻഡ്. ഏതൻ പറഞ്ഞു നിർത്താൻ കാത്തിരുന്ന പോലെ ആസിയാണ് പറഞ്ഞത്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ആമ്പലിന്റെ ഫ്രണ്ട്സ് അടങ്ങിയിരിക്കില്ലെന്ന്. ആസി വിളിക്കുന്നുണ്ടെങ്കിൽ ഇത് അവർക്കുള്ള പണി തന്നെയാണ്. ഒപ്പം ഇരുന്ന് ആരോ പറഞ്ഞതും കൂട്ടുകാരെല്ലാം അത് ശരിവെക്കും പോലെ തലയാട്ടി. എന്താ ആസിഫ്? സർ, എന്തായാലും എക്സാം നടത്തുക. അതിൽ വരുന്ന മാർക്കിന്റെ കാര്യം എങ്ങനെയാണ്?
ഓ സോറി, അത് പറയാൻ ഞാൻ മറന്നു. ഈ ആർക്കുപേർക്കും ഇപ്പൊ വരുന്ന മാർക്കാവും അവരുടെ റിപ്പോർട്ട് കാർഡിൽ വരുന്നത്. അത് കേട്ടതും ആസിഫ് ഐവർ സംഘത്തെ നോക്കി. സാറ് ഒഴിച്ച് ബാക്കി എല്ലാവരും അത് കേട്ട് ഞെട്ടി ആസിയെയും ഏതനെയും നോക്കി. കണ്ടോ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ആസി എഴുന്നേറ്റെങ്കിൽ അത് ഇവർക്കുള്ള പണിയാകുമെന്ന്. പിള്ളേരുടെ ഇടയിൽ നിന്നും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വരുന്ന നേരത്ത് തന്നെ 6 പേരോടും എക്സാം എഴുതി തുടങ്ങാൻ ഏതൻ പറഞ്ഞിരുന്നു. സാറ് ഒഴിച്ച് ബാക്കി 4 പേർക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എക്സാം ഹാളിൽ വെച്ച് അന്ന് അത്യാവശ്യം ചോദിച്ചും പറഞ്ഞുമൊക്കെയാണ് എഴുതിയത്. പക്ഷെ ഇപ്പോ ഏതാണ്ട് ഒരു 3/4 മണിക്കൂർ. അപ്പോഴേക്കും സമയം തീർന്നു എന്ന് പറഞ്ഞ് ഏതൻ അവരുടെ കയ്യിൽ നിന്നും പേപ്പേഴ്സ് വാങ്ങി. ഇനിയാണ് നിങ്ങൾക്കുള്ള ജോലി. ഇത്രയും നേരം ഈ കാഴ്ച കാണാനൊന്നുമല്ല നിങ്ങളെ എല്ലാവരെയും ഞാൻ പിടിച്ചിരുത്തിയത്. ഈ 6 പേരുടെയും പേപ്പേഴ്സ് നോക്കേണ്ടത് നിങ്ങളാണ്, അതും ഗ്രൂപ്പായി. അതവർക്ക് അടുത്ത ഷോക്കായി. അവൻ പെട്ടെന്ന് ഗ്രൂപ്പായി കുട്ടികളെ തിരിച്ചുകൊണ്ട് പേപ്പേഴ്സ് കയ്യിലേക്ക് കൊടുത്തു. 6 ഗ്രൂപ്പ് തിരിച്ച് കുട്ടികൾക്ക് ഓരോ സ്റ്റുഡൻസിന്റെയും പേപ്പർ കൈമാറി. ഏതാണ്ട് ഒരു 10 മിനിറ്റിൽ എല്ലാ ഗ്രൂപ്പുകളും തിരിച്ച് ഏതന്റെ കയ്യിൽ പേപ്പർ നൽകി. അവൻ അത് പിന്നെയും അടുത്ത ഗ്രൂപ്പിന്റെ കയ്യിലേക്ക് കൊടുത്തു. അങ്ങനെ ഓരോ ഗ്രൂപ്പിന്റെ കയ്യിലും അവർ 6 പേരുടെയും പേപ്പർ കയറി ഇറങ്ങിപ്പോയി. ഇങ്ങനെ ഞാൻ തന്നത് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലുള്ള ആൾക്ക് മറ്റൊരാളുടെ ബയസ്ഡ് മെന്റാലിറ്റി ഉണ്ടെങ്കിൽ അടുത്ത ഗ്രൂപ്പിലുള്ള ആളത് കണ്ടുപിടിച്ച് തിരുത്തുമല്ലോ എന്ന് കരുതി തന്നെയാണ്. അങ്ങനെ എന്തായാലും ഒരു പേപ്പർ 6 ഗ്രൂപ്പുകാരും ചെക്ക് ചെയ്തതല്ലേ, ഇനി ഫൈനലായിട്ട് ഞാൻ കൂടി ചെക്ക് ചെയ്തിട്ട് മാർക്ക് പറയാം. അവൻ അങ്ങനെ പറഞ്ഞതും മാർക്ക് ഏകദേശം അറിയാവുന്ന കൂട്ടുകാരെല്ലാം 6 പേരെയും ഒരുപോലെ നോക്കി. എന്നാൽ എഴുതിയതിന്റെ മാർക്ക് അറിയാനുള്ള ടെൻഷനായിരുന്നു അവർ 6 പേർക്കും. ആദ്യം നമുക്ക് അവര് 4 പേരുടെയും മാർക്ക് പറയാം. രശ്മിയുടെയും മാളവികയുടെയും ചേർത്ത് 2 പേരെ കൂടി ചൂണ്ടി ഏതൻ പറഞ്ഞു. എസ്, ആദ്യം അവരുടെ ആയിക്കോട്ടെ. പാട്ടുപോലെ ഒത്തുകേട്ടു. അത്രയും ആകാംക്ഷയോടെ 4 പേരും ഏതനെ നോക്കി. ആകെ 50-ലായിരുന്നു മാർക്ക്. അതിൽ രശ്മിക്ക് 38, മാളവിക 35, സിനി 41, കാവ്യ 40. ഉറക്കെ വായിച്ചുകൊണ്ട് 4 പേർക്കും പേപ്പർ കൊടുത്തതും അവർ വല്ലാതെയായി. തലേന്ന് കിട്ടിയ മാർക്ക് വെച്ച് 4 പേർക്കും പെർസെന്റേജ് കുറവാണ്. 41ഉം 40ഉം കിട്ടിയ സിനിക്കും കാവ്യയ്ക്കും യഥാക്രമം 94ഉം 93ഉം ആയിരുന്നു ഇന്നലെ മാർക്ക്. സർ, സാറയുടെ വിളിയിൽ ഏതൻ അവളെ ഒന്ന് നോക്കി. സാർ, എന്റെ മാർക്ക്. ഒരിത്തിരി പോലും ക്ഷമയില്ല അല്ലേ സാറാ? ചോദിക്കുന്നതിന്റെ ഒപ്പം തന്നെ ഏതൻ പേപ്പർ അവളുടെ കയ്യിലേക്ക് കൊടുത്തു. 50-ൽ 48. വായിച്ചുകൊണ്ട് അവൾ നോക്കിയത് ഏതൻ ആമ്പലിന്റെ കയ്യിലേക്ക് കൊടുത്ത പേപ്പറിലാണ്. അവൾ എത്തിക്കുത്തി ആമ്പലിന്റെ പേപ്പറിലേക്ക് നോക്കിയപ്പോൾ അവിടെ കണ്ട മാർക്കിൽ അവൾ സ്വന്തം പേപ്പറിലേക്കും ആമ്പലിന്റെ പേപ്പറിലേക്കും മാറി മാറി നോക്കിപ്പോയി. 48, സെയിം മാർക്ക്. സാറയ്ക്ക് സ്വയം ദേഷ്യം തോന്നി, അവളിൽ നിന്നും 1/2 മാർക്കെങ്കിലും കൂടുതൽ വാങ്ങാത്തതിൽ. എന്നാൽ ആമ്പലിന് ആശ്വാസമായിരുന്നു, ഒരേ മാർക്കല്ലേ, ഇനി അപ്പോൾ സാറ അടുത്ത പ്രശ്നമുണ്ടാക്കി വരില്ലല്ലോന്ന്. ആ ഒരു ആശ്വാസത്തിൽ അവൾ മിഴികൾ ഉയർത്തി നോക്കിയത് ഏതനെയാണ്. അവിടെ സന്തോഷമല്ലേ? അല്ല. അതെന്താവോ? മാർക്ക് ഇപ്പോൾ നല്ലതല്ലേ? ഒരു നിമിഷം കൊണ്ട് 1000 ചിന്തകളോടെ ആമ്പലിന്റെ മുഖം വിളറി. സർ, 2 പേർക്കും ഒരേ മാർക്കാണല്ലോ, ഇനി എന്ത് ചെയ്യും? ഇതാണോ ഫൈനൽ മാർക്ക്? പ്രവീൺ അവരെ 2 പേരെയും നോക്കി ഏതനോട് ചോദിച്ചു. അല്ലല്ലോ സർ, ഇതിപ്പോ തിയറി അല്ലേ, അപ്പൊ ഇനി പ്രാക്ടിക്കൽ വേണ്ടേ? നൗഫി പൊതുവായാണത് ചോദിച്ചത്. ഏതനൊന്ന് മൂളി. കുറച്ചു മുൻപുണ്ടായിരുന്നതിൽ നിന്ന് വിപരീതമായി സാറയുടെ മുഖത്തിപ്പോൾ കാണുന്നത് അഹങ്കാരം മാത്രമാണെന്ന് അവിടെ നിൽക്കുന്ന എല്ലാവർക്കും മനസ്സിലായി. അതിന്റെ ഒരു തലയെടുപ്പോടെയാണ് അവൾ നിന്നതും. എന്നാൽ ഇവിടെ ഒരുവൾ മുന്നിൽ നിൽക്കുന്നതിന്റെ ഭാവം അറിയാതെ സങ്കടത്തിലും. പെട്ടെന്ന് തന്നെ പ്രാക്ടിക്കലിനുള്ള തീരുമാനമായി. ഇവർക്ക് ഏത് പ്രാക്ടിക്കൽ വേണം കൊടുക്കാൻ? ഏതൻ ആത്മകഥം പോലെ ചോദിച്ചപ്പോൾ കുട്ടികൾ പാടുള്ള പലതും പറഞ്ഞു. സർ, ഞാൻ പറയട്ടെ? അത്രയും നേരം നിശബ്ദമായിരുന്നവളുടെ ശബ്ദത്തിലേക്ക് സാറേ ആമ്പലും മറ്റുള്ളവരും ഒരുപോലെ നോക്കി. രമ്യ: ഓ, പറഞ്ഞു കേൾക്കട്ടെ. സർ, വലിയ പാടുള്ള ഒന്നും വേണ്ട, നമുക്ക് സിമ്പിൾ പെൻഡുലം ചെയ്യിച്ചാൽ പോരെ? ആ ചോദ്യത്തിൽ ക്ലാസ്സിലുള്ള എല്ലാവരും രമ്യയെ പകപ്പോടെയാണ് നോക്കിയത്. കാരണം എല്ലാവർക്കും അത്രയ്ക്കും എളുപ്പം ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ എക്സ്പെരിമെന്റ് ആണത്. കൂട്ടുകാരിക്ക് പാടായതുകൊണ്ടാവും ബാക്കിയെല്ലാം ഉപേക്ഷിച്ച് ഇത് പറഞ്ഞതല്ലേ? സാറ് കളിയാക്കുന്ന പോലെയാണ് ചോദിച്ചത്. സാറയ്ക്ക് പറ്റില്ലെങ്കിൽ വേറെ പറഞ്ഞോളൂ. ഒരു വാക്ക് തർക്കത്തിന് മുതിരാതെ സമാധാനത്തോടെയാണ് രമ്യ അത് ചോദിച്ചത്. എന്തായാലും ആമ്പലിന്റെ കൂട്ടുകാരി പറഞ്ഞതല്ലേ, അത് തന്നെ മതി സർ. അത് വേണ്ട സാറാ, എക്സ്പെരിമെന്റ് എല്ലാം ലോട്ടിട്ട് അതിൽ നിന്നെടുക്കാം. അല്ലെങ്കിൽ പിന്നെ അവസാനം അതിലും ബയസ്ഡ് എന്നൊരു സംഭവം കയറി വന്നാലോ? ഏതന്റെ
മുറുകിയ മുഖം സാറയിൽ ചെറുതല്ലാത്ത ഭയം നിറച്ചു. അങ്ങനെയൊന്നുമില്ല സർ, ഇത് തന്നെ മതി. ബാക്കിയുള്ളവരും കൂടി പറഞ്ഞപ്പോൾ ഏതൻ പിന്നീടൊന്നും പറയാൻ നിൽക്കാതെ പ്രാക്ടിക്കൽ ചെയ്യാൻ വേണ്ടി 2 ടേബിൾ റെഡിയാക്കി. ഇതിനിടയിൽ ഒരിക്കൽ പോലും അവൻ ആമ്പലിനെ നോക്കിയില്ല. അവസാനം പ്രാക്ടിക്കൽ തുടങ്ങുന്ന നേരത്ത് 2 പേരും ടേബിളിനടുത്ത് വന്ന് നിന്നതും ആമ്പൽ കൂട്ടുകാരെ നോക്കി. അവിടെ നിന്ന് ഓൾ ദി ബെസ്റ്റ് ആയിട്ടും ഫ്ലൈയിങ് കിസ്സുമായിട്ടൊക്കെയാണ് ഒടുക്കത്തെ മോട്ടിവേഷൻ. അവൾ വാടിയ പുഞ്ചിരിയോടെ തലയാട്ടി. പ്രതീക്ഷയൊന്നുമില്ലെങ്കിലും ഏതനെ ഒരിക്കൽ കൂടി ആ കണ്ണുകൾ തേടി ചെന്നു. എന്നാൽ അവളെ ഞെട്ടിച്ചുകൊണ്ട് ഇപ്രാവശ്യം ഏതൻ അവളെ നോക്കി പുഞ്ചിരിച്ചു. ഇരു കണ്ണുകളും ചിമ്മിയുള്ള ഏതന്റെ ഒരു ചിരിയുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് ആമ്പലിനത്. അത് കണ്ടതും അത്രയും നേരം വാടിയിരുന്ന മുഖം പൂർണ്ണചന്ദ്രന്റെ പ്രകാശം പോലെ അവളുടെ മുഖത്ത് പ്രൗഢിയായി. ആ ഒരു ആത്മവിശ്വാസത്തോടെയാണ് ആമ്പൽ പ്രാക്ടിക്കൽ ചെയ്യാൻ തുടങ്ങിയത്. വളരെ സൂക്ഷിച്ചും തെറ്റൊന്നും പറ്റരുത് എന്ന് കരുതി ഓരോ സ്റ്റെപ്പും 1ഉം 2ഉം തവണ തീർപ്പാക്കിയാണ് ആമ്പൽ എക്സ്പെരിമെന്റ് തുടങ്ങിയത് തന്നെ. എന്നാൽ ഇതൊന്നും തനിക്ക് വലിയ കാര്യമേ അല്ല എന്ന രീതിയിലായിരുന്നു സാറയുടെ ചെയ്തികൾ. 20 മിനിറ്റ് സമയം കൊടുത്ത എക്സ്പെരിമെന്റ് 10ാമത്തെ മിനിറ്റ് ചെയ്തു തീർത്തു എന്ന് പറഞ്ഞ് ഗർവോടെ അവൾ എല്ലാവരെയും നോക്കി. ഇനിയും 10 മിനിറ്റ് ഉണ്ട് സാറാ, ചെയ്തതിൽ മിസ്റ്റേക്ക് ഉണ്ടോന്ന് ഒന്നുകൂടി നോക്ക്. ഏതൻ പറഞ്ഞതും അവൾ അത് കാര്യമായി എടുക്കാതെ പേപ്പർ അവന്റെ മുന്നിലേക്ക് കൊണ്ടുവച്ചു. എന്നാൽ ആമ്പൽ ഓരോന്നും വ്യക്തമായി ചെയ്തുകൊണ്ടാണ് അത് പൂർത്തിയാക്കിയത്. അവസാനം അവളും പേപ്പർ കൊടുത്തതും ഏതൻ 2ഉം എക്സാമിൻ ചെയ്യാൻ തുടങ്ങി. എല്ലാം ശരിയാണ് എന്ന ഭാവത്തിൽ നിൽക്കുന്നവളുടെ മുന്നിലേക്ക് വെട്ടിയിട്ട പേപ്പർ നീട്ടുമ്പോൾ അവൾ ഞെട്ടിപ്പോയിരുന്നു. എന്താ സർ, എന്താ ഇത്? കോൺഫിഡൻസ് നല്ലതാണ് സാറാ, പക്ഷെ ഓവർ കോൺഫിഡൻസ് എപ്പോഴും നമുക്ക് ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. സാറ ചെയ്തു തുടങ്ങി പകുതി ആയപ്പോൾ തന്നെ ചെയ്യുന്നതിലെ തെറ്റി എനിക്ക് മനസ്സിലായതാണ്. അതുകൊണ്ടാണ് അവസാനം 10 മിനിറ്റ് ഉണ്ടായപ്പോൾ സാറയോട് ഞാനിത് വീണ്ടും ചെയ്യാൻ ആവശ്യപ്പെട്ടത്. പക്ഷെ സാറയുടെ ആത്മവിശ്വാസം സാറെ ചതിച്ചു. സാറ തന്നെ ഈ പേപ്പർ നോക്കി ഡിജിറ്റൽ കാൽക്കുലേഷൻ ശരിയാണോന്ന്. ആ പേപ്പർ തിരിച്ചു കൊടുത്തുകൊണ്ട് ചോദിക്കുമ്പോൾ അവൾ തട്ടിപ്പറിച്ചത് നോക്കുകയായിരുന്നു. കാരണം ഈ ചെയ്തത് തനിക്ക് വളരെ സിമ്പിളായ ഒന്നാണ്. കണ്ണുമടച്ച് ചെയ്യാൻ പറ്റുന്ന അത്രയും സിമ്പിൾ. ആ ഒരു അശ്രദ്ധ, അതാണ് തന്നെ ചതിച്ചത്. അത്രയും നേരം അഹങ്കാരത്തിൽ തല ഉയർത്തി നിന്നവളുടെ മിഴികൾ ആദ്യമായി താന്നു. എന്നാൽ ഇപ്പുറത്ത് നിന്നവൾക്ക് അത് കണ്ട് സങ്കടമാണ് തോന്നിയത്. ചെയ്ത എക്സ്പെരിമെന്റിന്റെ മാർക്കും കൂടി ആയപ്പോൾ ആമ്പൽ സാറയിൽ നിന്നും നല്ല ഡിഫറൻസിലാണ് മാർക്ക് സ്കോർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ അവസാനം 55 മാർക്കും 68 മാർക്കും എന്ന രീതിയിൽ എക്സാം ക്ലോസ് ചെയ്തു. വെറും 1.5 മാർക്ക് കൂടുതലുള്ളതിന്റെ പേരിൽ ഇന്നലെ അത്രയും പെർഫോമൻസ് കാഴ്ചവെച്ചവൾക്ക് ഇത്രയും മാർക്കിന്റെ ഡിഫറൻസ് സഹിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. എന്നാൽ അവിടെ നിന്ന് അത്രയും കുട്ടികൾക്കും ആമ്പലിന് മാർക്ക് നൽകിയ സന്തോഷം ചെറുതൊന്നുമായിരുന്നില്ല. ഒന്നാമത് ആമ്പൽ അവരുടെ പ്രിയപ്പെട്ടവളാണ്. അതിനേക്കാൾ ഉപരി ഏതൻ സാറിനെയും അവരിപ്പോൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരാളെ പറ്റിയാണ് സാറ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചത്. ആ ദേഷ്യത്തിൽ ഒരാൾ പോലും അവളെ നോക്കാൻ പോയില്ല. ഇതെല്ലാം കണ്ട് വാശിയോടെയും ദേഷ്യത്തോടെയും സാറ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. എടീ രമു, നീ എന്താടി ആ എക്സ്പെരിമെന്റ് തന്നെ വേണമെന്ന് കയറി വാശി പിടിച്ചത്? രമ്യ അത് പറഞ്ഞപ്പോൾ മുതലുള്ള സംശയമായിരുന്നു ആസിയുടെ. എടാ പൊട്ട, അത് സിമ്പിൾ ലോജിക്കാണ്. നമുക്ക് ഒരുപാട് നന്നായി അറിയാമെന്നുള്ള കാര്യം ഓവർ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അത് നല്ല ഭംഗിയായി തെറ്റിക്കും. കാരണം ഉള്ളിൽ ചെറിയൊരു ഭയമെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്തിനെ പ്രതിയും കെയർഫുൾ ആവുകയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ എന്തായാലും ശരിയാകും എന്നുള്ള വിധത്തിൽ കെയർലെസ് ആയി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി കുളവാക്കും. സാറേ, നമുക്കറിയാത്തതാണോ? പക്ഷേ അവളെ നമുക്ക് ഇത്രയും നന്നായി അറിയാമെന്ന് അവൾക്കൊരു പക്ഷെ അറിയില്ലെന്ന് തോന്നുന്നു. കോളറിൽ പൊക്കി രമ്യ പറഞ്ഞതും ആസിയും നൗഫിയും അവൾക്ക് മുമ്പിൽ നിന്ന് തൊഴുതുപോയി. ഈ സമയത്ത് കൂട്ടുകാരുടെ എല്ലാം അഭിനന്ദനം കേട്ടിട്ടും തനിക്ക് മുഖം തരാതെ പോയ ഒരുവന്റെ പിറകെ ആയിരുന്നു ആമ്പലിന്റെ മനസ്സത്രയും. അപ്പോൾ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാര് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.